എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടക കഞ്ഞിയാണ്. ഒരുപാട് മരുന്നുകളൊന്നും തന്നെ ചേർക്കാതെ നമ്മുടെ വീട്ടില് നിത്യമുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ അമ്മമാര് നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന വളരെ ഉത്തമമായ ഒരു കഞ്ഞി കൂടിയാണ്. ഈ ഒരു കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വേദനകൾക്കെല്ലാം വളരെ ഉത്തമമാണ്. അതുപോലെ കൊളസ്ട്രോള്, ഷുഗർ എന്നിവ മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇതുപോലൊരു കഞ്ഞി തയ്യാറാക്കി കുടിക്കുന്നത് ഈ ഒരു മാസത്തിൽ നല്ലത് തന്നെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരുപാട് മരുന്നുകളൊക്കെ ചേർത്ത് തയ്യാറാക്കാനാണെങ്കിലും ഈ ഒരു കൂട്ട് തന്നെ മതിയാകും. കഞ്ഞി തയ്യാറാക്കി എടുക്കാനായിട്ട് അരി എടുക്കുമ്പോൾ ഞവരരി ആയിരിക്കണം എടുക്കേണ്ടതും. ഈ ഒരു അരി ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് കഞ്ഞി വളരെ തന്നെ ഹെൽത്തി ആയിട്ട് കിട്ടുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. നമുക്കിനി കർക്കിടക കഞ്ഞി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവില് ഞവരരിയാണ് എടുത്തിട്ടുള്ളത്. കഞ്ഞി തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അരിയാണ് ഞവരരി. ഞവരരി പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മറ്റുള്ള ചേരുവകൾ കൂടി ചേർക്കണം. ഇനി നമുക്ക് വേണ്ടത് മുതിരയാണ്. ഇത് നമ്മുടെ ശരീര ബലം കൂട്ടുന്നതിനും എല്ലുകളുടെ ആരോഗ്യത്തിനുമാണ് നമ്മൾ മുതിര